നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരുന്നതുവരെ വ്യോമാക്രമണങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ അത് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് US-ൻ്റെ കൂടെ തന്നെ നിൽക്കും എന്ന് വാക്കുകൊടുത്ത UK-യുടെ പ്രധാനമന്ത്രി, അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്ക എടുക്കുന്ന നിലപാടുകളിൽ പലതിലും വിയോജിപ്പുണ്ട്. ഇറാനുമായുള്ള പ്രശ്നങ്ങളിൽ ഒരിക്കലും അമേരിക്ക ശാശ്വത പരിഹാരമല്ല നടത്തുന്നത്. അമേരിക്ക എടുത്തിയാട്ടമാണ് നടത്തുന്നത്. ഇസ്രായേൽ ചെയ്യുന്ന ചതികൾ എന്തൊക്കെയാണ് എന്ന് ലോകം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ പലരെയും ഒരേ സമയം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്തെന്ന് വെച്ചാൽ അമേരിക്കയുടെ എയർബേസുകൾ പലയിടത്തും തുറന്നു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഖത്തറിലെ എയർബേസ് തകർത്തുകൊണ്ടാണ് മുൻകാലത്ത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ഒരു പരിസമാപ്തി കൊണ്ടുവന്ന്, താൽക്കാലിക പരിസമാപ്തി കൊണ്ടുവന്ന്. ഇപ്പോൾ ഇറാനെ വീണ്ടും വലിയ തോതിൽ ആക്രമിച്ച് ഇറാനിലെ ഭരണമാറ്റം കൊണ്ടുവന്നേ അടങ്ങൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇറാൻ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. അവരുടെ പരമപ്രധാനിയായിട്ടുള്ള ഇറാൻ്റെ പരമോന്നതകാരിയായ ആയത്തുള്ള അലി ഖമനേയിയെ വധിച്ചതിന് ശേഷം വലിയ തോതിൽ അങ്ങ് രസിച്ച് സന്തോഷിച്ച് നിൽക്കാമെന്ന് അമേരിക്ക കരുതുന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് അപ്പാടെ തെറ്റിയിരിക്കുകയാണ് എന്ന് ഒരു സൂചന കൂടിയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ കെയർ സ്റ്റാമർ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിക്കൂ, റഷ്യ പോലെ തന്നെ UK-യെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമാണ്. അവർ പറയുന്ന വാക്കുകൾക്ക് തുല്യ പ്രാധാന്യമാണ് യൂറോപ്യൻ നാടുകളിലും അതുപോലെ തന്നെ സുരക്ഷാ സമിതിയിലും ഉണ്ടാകുന്നത്. അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര അറ്റോമിക് ഏജൻസിക്ക് ഇറാൻ ഒരു രീതിയിലും കീഴ്പ്പെടുന്നില്ല, അതായത് ഇറാൻ ഒരു രീതിയിലും കരാറുകൾ പാലിക്കുന്നില്ല എന്നതാണല്ലോ അമേരിക്ക നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലും അതുതന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും എല്ലാം കൃത്യമായിട്ടുള്ള സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് ഇറാൻ്റെ പിൻശക്തിയാണ്. ഇറാനെ തകർക്കുക എന്നതാണ് ഇസ്രയേലിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. കാരണം ഇസ്രയേൽ ഈ ഭൂമുഖത്ത് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ച് ഓരോ ദിവസവും ഓരോ പ്ലാനുകളുമായി ഇറങ്ങുന്ന രാജ്യമാണല്ലോ ഇറാൻ എന്നാണല്ലോ തിരിച്ചും പറയുന്നത്. ഏതായാലും ഇസ്രയേലിനെയും അമേരിക്കയും പാഠം പഠിപ്പിക്കാൻ ഒരു വലിയ കൊളീജിയം, അതായത് മുൻകാലങ്ങളിൽ ലോകമഹായുദ്ധങ്ങളിലൊക്കെ അച്ചുതണ്ട് ശക്തി എന്ന രീതിയിലൊക്കെ ആക്സിസ് പവറും അലൈഡ് പവറും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതേ രീതിയിൽ ലോകത്ത് പുതിയ ശക്തി എന്ന രീതിയിലേക്ക് ഇവിടെ കാര്യങ്ങൾ രൂപം കൊണ്ടിരിക്കുകയാണ്. ഇറാനോടൊപ്പം ഉറച്ചു തന്നെ നിൽക്കും എന്ന് റഷ്യ ഉറപ്പിച്ചു കൊടുത്തിരിക്കുന്ന വാക്കാണ്. അതിനോടൊപ്പം തന്നെയാണ് ചൈനയും നിലനിൽക്കാൻ പോകുന്നതെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പിണക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. കാരണം ഇന്ത്യക്ക് നിരവധിയായ സാഹചര്യങ്ങളിൽ ഊർജ സഹായങ്ങൾ ഇറാൻ വേണ്ട വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. അമേരിക്ക എന്ത് കോപ്പാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കയ്ക്ക് കച്ചവട തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അടിക്കടി താരിഫ് ഉയർത്തുന്നതും അതുപോലെ തന്നെ ഇന്ത്യയെ വരച്ച വരയിൽ നിർത്തും എന്നൊക്കെ പറഞ്ഞുള്ള തെമ്മാടിത്തരം മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് ആർക്കാണ് അറിയില്ലാത്തത് എന്നുള്ളത് നയതന്ത്രജ്ഞർ വരെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്.